ഭാരതാംബയാണ് ഇപ്പോൾ വിവാദം. ഇന്നലെ ആർലേക്കർ പറഞ്ഞത് ഭാരതാംബ ഭാരതത്തിന്റെ അടയാളമാണ്, ഞാനത് രാജ്ഭവനിൽ വയ്ക്കും, അത് കാണാൻ പറ്റാത്തവർ പരിപാടിക്ക് വരണ്ട എന്നുള്ളത്. ഭാരതാംബയുടെ ചിത്രം വെച്ച് ഒരു പരിപാടി നടത്തുന്നത് ഭരണഘടനാ ലംഘനമല്ല എന്ന് നിയമവിദഗ്ധർ തന്നെ പറയുന്നുണ്ട്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഈ CPM-നും ചില അന്തം കമ്മികൾക്കും എന്താണ് പ്രശ്നം? ഇതിൻ്റെ പ്രശ്നം നമ്മൾ പൊതുവെ സർക്കാർ ഓഫീസുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് മതേതര സ്വഭാവം പുലർത്തേണ്ടതാണ്. ഒരു മതത്തെയും പ്രത്യേക തരത്തിൽ അവിടെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ഒരു മതത്തിനും പ്രത്യേക പരിഗണന നൽകാനായിട്ട് പാടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് നിലവിലുണ്ട്. ആ കൺസെപ്റ്റ് വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ഭാരതാംബയുടെ RSS ഉപയോഗിക്കുന്നതായിട്ടുള്ള ചിത്രം, ഭാരതാംബ എന്നുള്ളതല്ല പ്രശ്നം, RSS ഉപയോഗിക്കുന്നതായിട്ടുള്ള ചിത്രം അവിടെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാണ് CPIയും അതുപോലെ തന്നെ CPM അതല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിനെ എതിർക്കുന്നത്. ഞാൻ പറയുന്നത് ഈ കുറേ നാളുകളായിട്ട് നമ്മളുടെ രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ അത് RSSൻ്റെ കാര്യാലയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവിടേക്ക് വരുന്ന എല്ലാ ഗവർണർമാരും RSSകാരാണ്. അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നു. അതിൽ കൂടുതലായിട്ട് അതിനൊരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മോദിയുടെ സർക്കാർ കേന്ദ്രത്തിൽ ഭരിക്കുന്ന കാലത്തോളം ഗവർണർമാരെല്ലാം തന്നെ RSSൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്നവരോ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചെയ്യുന്നൊരു കാര്യം അവരുടെ ഒരു പൊളിറ്റിക്സ്, അവരുടെ ജീവിത രീതി അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളായിരിക്കും അവർ ചെയ്യാനായിട്ടുള്ള സാധ്യത. രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന കടുത്ത RSSകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, രീതികൾ എല്ലാം RSS മയമാണ്. BJPയും RSS തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം പോലും നമുക്ക് അവിടെ കാണാം. BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ RSS എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിനിധാനമാണ്. അപ്പോൾ അവർ പോകുന്നിടത്തേക്കെല്ലാം ഇക്കാര്യങ്ങൾ ചെയ്യും. ഇതാണ് പ്രശ്നം. അദ്ദേഹം മാത്രം ഇത് ആ പരിപാടികളിൽ ഒരു പങ്കെടുക്കേണ്ട, അതിൽ കൂടുതൽ ഇതിന് പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ കൂടുതൽ സംസാരിച്ചിട്ടും കാര്യമില്ല. കാരണം RSSകാരനായ ഒരാൾ RSSൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്നതായിട്ടുള്ള ഒരാൾ ഗവർണറായി വരികയും അയാൾ RSSകാരൻ എന്ന നിലക്ക് ഗവർണർ ആക്കുകയും ചെയ്യുമ്പോൾ അയാൾ ഇതല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ സാധ്യതയുള്ളത്? അതങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെന്തിനാണ് ഈ വർഗീയത കൊണ്ടുവരുന്നത്? ശരിയാണ്, ഇപ്പോൾ രാജ്ഭവന്റെ കസ്റ്റോഡിയൽ എന്ന് പറയുന്നത് ഗവർണറാണ്. ഗവർണർക്ക് തീരുമാനിക്കാം രാജ്ഭവനിൽ എന്ത് വെക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഗവർണറാണ് തീരുമാനിക്കേണ്ടത്. ഒരു ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്ക് കത്തിച്ചു എന്ന് പറഞ്ഞ് എന്ത് വർഗീയതയാണ് അതിലുണ്ടാക്കിയെടുക്കേണ്ടത്? അത് അതിൻ്റെതായ രീതിയിൽ അങ്ങ് വിട്ടാൽ പോരെ. ഇപ്പോൾ പല മന്ത്രിമാരും, ഈ പ്രസാദ് അടക്കമുള്ള മന്ത്രിമാർ 30 ദിവസത്തെ നോമ്പെടുക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു മതചിഹ്നത്തിന് മുന്നിൽ തല കുമ്പിടാത്തവർ ഈ നോമ്പെടുക്കുന്നത് തല കുമ്പിടലല്ലേ? അതിൻ്റെ ഒരു പിന്നിലുള്ള പ്രായോഗികത എന്താണ്? അപ്പോൾ ഇത് ഭഗത് ധ്വജം എന്ന് പറയുന്ന കാവിക്കൊടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാരതാംബ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വെറും വർഗീയമായി ജനങ്ങളെ രണ്ട് തട്ടിലാക്കുക. അതായത് RSSൻ്റെ ഒരു ചിഹ്നം എന്ന് പറയുന്നത്, RSSൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് വർഗീയത ഉണ്ടാക്കുന്ന ഒന്നാണ്, അത് വച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? അല്ല, RSSൻ്റെ കാഴ്ചപ്പാട് അതാണ്. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദു രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള ചിഹ്നങ്ങൾ, അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സവിശേഷതകൾ അതെല്ലാം ഭരണകൂടത്തിലേക്കും ഭരണപ്രക്രിയകളിലേക്കും കൊണ്ടുവരിക എന്ന് പറയുന്നവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണ്. അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരതാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ മത്സരിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരിൽ നിന്ന് അതല്ലേ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. മറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ 2047 ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കുമെന്നും ഇവിടെ ഭരണഘടനയല്ല ശരീഅത്ത് നിയമമാണ് വേണ്ടത് എന്ന് ബാധിക്കുന്ന നിരവധി പേരുണ്ട്. ഒരു വിഭാഗത്തിൽപ്പെട്ട അവർക്കെതിരെ ഒരു വാക്ക് പോലും പറയാനോ അവരെ ഏതെങ്കിലും തരത്തിൽ തേജോവധം ചെയ്യാനോ ഇറങ്ങിത്തിരിക്കാത്തവർക്ക് RSS എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഇത്രമാത്രം ഒരു പ്രശ്നവും ചൊറിച്ചിലും ഉണ്ട്? RSS ഒരു രാഷ്ട്രീയ സംഘടന അല്ല, അതൊരു രാഷ്ട്രീയ സ്വയംസേവ സംഘമാണ്. അത് 100 വർഷത്തോളം പിന്നെ എന്താ പറയുക, ലോകത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഓർഗനൈസേഷനാണ് RSS എന്ന് പറയുന്നത്. അപ്പോൾ RSS എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടവും ഒരു അസഹിഷ്ണുതയുമാണ്. എന്തിനാണ് അത് അങ്ങനെ ഉണ്ടാകുന്നത്? RSSനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അസ്വസ്ഥത ഉണ്ടാവും, അവരെതിർക്കും. നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡോട് കാണുന്ന സമയത്ത്
RSS ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അവരുടെ തത്വാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ എല്ലാ ഇടങ്ങളും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഭരണത്തിൽ ഇല്ലാതിരുന്ന കാലത്ത് നിന്ന് വ്യത്യസ്തമായ ഒരു ഭരണത്തിൽ കയറി കഴിഞ്ഞിരിക്കുന്നു. ഭരണത്തിൽ അവർ കയറുന്ന സമയത്ത് ജനങ്ങളുടെ മാൻഡേറ്റോടുകൂടി ജനങ്ങൾ അംഗീകാരത്തോടെയാണ് ഇതിലെല്ലാം കയറുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉള്ള അംഗീകാരം എന്ന നിലക്ക് തന്നെയാണ് അവർ ജനങ്ങളുടെ വോട്ടിനെ കണക്കാക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കി. 2047 ഇസ്ലാമിക രാഷ്ട്രമാക്കി ഇന്ത്യ മാറ്റും എന്ന് പറയുന്നത് മറ്റൊരു ഭ്രാന്തന്മാരായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അത് വേറെ ഭ്രാന്തന്മാരാണ്. അതായത് വർഗീയതയുടെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പരിശ്രമിക്കുക എന്ന് പറയുന്നത് തന്നെ നല്ല കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. നല്ല കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം എപ്പോഴാണ് ഒരൊറ്റ മതക്കാർ മാത്രമാണ്. ഒറ്റ മതക്കാരെന്ന് പറഞ്ഞാൽ മതത്തിൽ പോലും എന്ത് പാടില്ല, ഉപജാതികൾ അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ജാതികളൊന്നും പാടില്ല. ഇപ്പോൾ മുസ്ലിം രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവിടെ സുന്നി കിന്നി എന്നൊക്കെ പറഞ്ഞ് പ്രാന്തന്മാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കൊലകൾ നടത്തിക്കൊണ്ട്. ഹിന്ദു രാഷ്ട്രത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ സവർണരായിട്ടുള്ള ഹിന്ദുക്കൾ, അവർണരായിട്ടുള്ള ഹിന്ദുക്കൾ അവർ തമ്മിൽ എന്തെങ്കിലും അക്രമങ്ങളാണ്. അമ്പലത്തിൽ കയറിയതിൻ്റെ പേരിൽ കണ്ണ് കുത്തിപ്പൊട്ടിച്ച സ്ഥലങ്ങൾ പോലും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരുതരം ഭ്രാന്താണ് ശരിക്കും പറഞ്ഞാൽ. അത്തരത്തിൽ ഭ്രാന്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് മനുഷ്യന് കഴിയുമ്പോൾ മാത്രമാണ് മനുഷ്യൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. പക്ഷേ അത് വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ എപ്പോഴും ഇത്തരത്തിലുള്ള വികാരങ്ങൾക്ക് അടിപ്പെട്ട്, വർഗീയ വികാരങ്ങൾക്ക് അടിപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. അത് നമ്മളുടേത് പോലെയുള്ള ഒരു സമൂഹത്തിൽ അതുണ്ടാക്കുന്ന കുഴപ്പം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് മുതൽ തന്നെ എന്താണ് നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സിദ്ധാന്തം ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന സാധനമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സാധനം. ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരിടം, അതിനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ക്രമങ്ങളൊക്കെ വരണമെങ്കിൽ അതിനൊരു ബാലൻസ്ഡ് സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറാണ് വർഗീയത കയറി വരുന്ന സമയത്ത് പൊളിഞ്ഞ് പാളിസായി പോകുന്നത്. അതുകൊണ്ട് വർഗീയത എന്ന് പറയുന്നത് കയറി വരാത്ത ഒരിടം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥക്കകത്തുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട് കഴിയും. പക്ഷെ ഇപ്പോൾ വളർന്നു വരുന്ന യുവതലമുറ ഇവർക്ക് ഈ രാഷ്ട്രീയത്തെക്കുറിച്ചോ അത്ര വലിയ കാഴ്ചപ്പാടുള്ളവരല്ല. അവർക്ക് വിദ്യാഭ്യാസം കഴിയുക, അവരുടെ ജീവിതം സെറ്റിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ഒരു യുവതലമുറയുണ്ട്. അപ്പോൾ ഇവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന എന്താണ്, ഈ ഭാരതാംബ എന്ന് പറയുന്നതും കയ്യിൽ കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ഒരു ഭാരതാംബ എന്ന് പറയുന്നതും നമുക്ക് ചേരാത്ത ഒന്നാണ്. അത് നമ്മളിലേക്ക് കൊണ്ടുവരേണ്ട ഒന്നല്ല. ഇത് വർഗീയ വിഷം തുപ്പുന്ന ഒന്നാണ്. ഇതിനെ മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. ഇങ്ങനൊരു ചിന്തയല്ലേ സമൂഹം ഇത്തരത്തിൽ ഈ യുവതലമുറകളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്? ഇപ്പോൾ എൻ്റെ ആവർത്തിച്ചുള്ള ചോദ്യം, രാജ്ഭവനിൽ ഭാരതാംബയെ വച്ചാൽ, അതിന്റെ മുന്നിൽ ഒരു വിളക്ക് കത്തിച്ചാൽ ഇവിടെ ആർക്ക് എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത്? അല്ല, ഭാരതാംബയെ വെക്കുന്ന സമയത്ത് ഭാരതാംബയുടെ കയ്യിലുള്ള കൊടി എന്ന് പറയുന്നത് കാവക്കൊടി ആവണമെന്ന് എന്തിനാണ് അവർ നിർബന്ധം കാണിക്കുന്നത്? അവിടെ ദേശീയ പതാക പിടിച്ചാൽ എന്താണ് തയ്യാറ്? അങ്ങനെ ചോദിക്കുന്ന ആളുകളും ഉണ്ടാവില്ലേ? അതല്ലേ പ്രശ്നം. അപ്പോൾ ഇവിടെ ഭരണകൂടത്തിൻ്റെ നെറുകയിലിരിക്കുന്ന ആളുകൾ എല്ലാ ആളുകളും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരെല്ലാം പ്രവർത്തിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വിവേചനങ്ങളുടെ പ്രശ്നങ്ങൾ വരും, ഭരണഘടനയ്ക്ക് എതിരല്ലല്ലോ. ഇപ്പൊ ഭാരതാംബയുടെ കയ്യിലിരിക്കുന്ന കൊടി കാവിക്കൊടി ആയതുകൊണ്ട് അത് രാജ്ഭവനിൽ വയ്ക്കാൻ പറ്റില്ല എന്ന് ഒരു ഭരണഘടനയിലും എഴുതി വെച്ചിട്ടില്ല. ഭരണഘടനാ ലംഘനം നടത്തിയെങ്കിൽ ശരി, നമുക്ക് സമ്മതിക്കാം. നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ ഗവർണർമാരെന്ന് പറഞ്ഞാൽ ആരായിരുന്നു? കോൺഗ്രസിന്റെ ഗവർണർമാരായിരുന്നു വന്നിട്ടുണ്ട്. കാരണം കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്നു. അവരുടെ ഒരു പ്രതിനിധിയാണ് ഗവർണർ. അവർ ചിലപ്പോൾ അവരുടെ ഭാരതാംബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ദേശീയ പതാക ഏന്തിയ ഭാരതാംബയായിരിക്കാം. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. ഇദ്ദേഹം RSSകാരാണ്, അതുകൊണ്ട് അദ്ദേഹം അത് RSSൻ്റെ പതാക ആ കൈകളിൽ വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അത് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു. അല്ലെങ്കിൽ RSSൻ്റെ സാധാരണ ശാഖകളിൽ നടക്കുന്നതായിട്ടുള്ള പ്രവർത്തനത്തിൽ എന്താണോ ഉപയോഗിക്കുന്നത് അത് വെക്കാൻ ശ്രമിക്കുന്നു. അതങ്ങനെ അതിനെ കണക്കാക്കാനേ പറ്റുള്ളൂ. അതിനെ ന്യായീകരിക്കുന്നതിൽ ഒരു കഥയില്ല. ഞാൻ RSSകാരനാണ്, അതുകൊണ്ട് ഞാനിത് വെക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും തർക്കം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാണ്ട് ഇതൊരു ഇന്ത്യയുടെ ഒരു പ്രതീകം എന്ന നിലക്ക് അത് വെക്കുന്നതിനേക്കാളും നല്ലത്, ഉചിതമായിട്ടുള്ളത് അവിടെ ഇന്ത്യൻ ദേശീയ പതാക കയ്യിലേന്തിയ ഭാരതാംബയെ വെക്കുന്നതാണ് എന്ന അഭിപ്രായക്കാരാണ് ഞാൻ.